ആസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഭരിക്കുന്നത്. സുശക്തമായിട്ടുള്ളൊരു ഭരണകൂടമാണ് അവിടെ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ പോലെ ക്രമസമാധാന പരിപാലനത്തിൽ ശക്തമായ നടപടികൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായതിനു ശേഷം ആസാമിൽ നിന്നും കനത്ത ജാഗ്രതയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ പുലർത്തിയിരിക്കുന്നത്. ഇതിനിടെ അവിടെ നടന്നു വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹി സ്ഫോടനത്തിലെ ഭീകരവാദികളോട് ചേർന്ന് നിൽക്കുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്ന അങ്ങനെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ഇടുന്നവരെ മുഴുവൻ നിരീക്ഷിക്കാൻ ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. 15 people have been arrested for offensive social media posts linked to the Delhi blast എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഭീകരവാദികളെ ന്യായീകരിക്കുന്ന അവർക്ക് അനുകൂലമായി പോസ്റ്റ് ഇടുന്ന 15 പേരെയാണ് ആസാമിൽ ഇപ്പോൾ ആസാം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആഫ്റ്റർ 6 arrests yesterday, 9 more were detained overnight across several districts എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. 6 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു, 9 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായത് നമുക്കറിയാം. ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായത് ജമ്മു കാശ്മീരിൽ ഒരു പോസ്റ്റർ വരുന്നു. ആ പോസ്റ്റർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റർ ആയിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഫരീദാബാദ് വരെ അന്വേഷണം എത്തിയതും 9 ഡോക്ടർമാരടക്കമുള്ള സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഈ സ്ഫോടന പരമ്പരയൊക്കെ ഉണ്ടാകുന്നതും. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും പോസ്റ്റ് ഇടുന്ന ആൾക്കാരുടെ പോസ്റ്റ് ഇപ്പോൾ വളരെയധികം ജാഗ്രതയോടെ നിരീക്ഷിക്കാനാണ് ഹിമന്ത് ബിശ്വ ശർമ്മയടക്കം ആസാമിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.